കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ വ്യവസായ വാണിജ്യ വകുപ്പ് നടപ്പിലാക്കുന്ന 2023-24 സംരംഭക വർഷം 1,00,000 സംരംഭങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ വ്യവസായ വികസന വകുപ്പ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അപ്പച്ചൻ വന്നു. അപ്പച്ചന് പ്രായമായ ഒരാളാണ്. പുള്ളി ചെയ്യുന്നത് ആ പ്രായത്തിനെ അതിജീവിച്ചുകൊണ്ട് പുള്ളി ഒരു ചെറിയ സംരംഭം നടന്നു. ചൂലുണ്ടാക്കി കൊണ്ടുവരികയാണ്. ഈർക്കില് വീട്ടിൽ കിട്ടുന്ന ഈർക്കില് എടുത്ത് ചൂലാക്കി മാറ്റി നമ്മുടെ മുൻപിൽ എത്തിക്കുകയാണ്. അപ്പൊ അയാൾ പറയുന്ന പൈസക്ക് നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ചൂല് അയാൾ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ കടക്കാർ പറയുന്ന കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ചോണ്ട് പോവുകയും ചെയ്യും. ഇപ്പൊ വീട്ടമ്മമാർക്കൊക്കെ വളരെ അത്യാവശ്യമുള്ള സാധനമാണ് ചൂല്, മോപ്പ് ഒക്കെ. കത്തിക്കുന്ന തിരി കണ്ടിട്ടില്ലേ? കടയിൽ കിട്ടുന്ന എത്ര നീളമുള്ള തിരി. അത് ഒരു അമ്മൂമ്മ വെറുതെ ഇരുന്നപ്പോൾ തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ചെറിയ വീട്ടിലെ പഴയ മുണ്ട് ഉപയോഗശൂന്യമായ വെള്ള തുണി തിരിച്ച് ചെറിയ ചെറിയ തിരികളുണ്ടാക്കി ഓരോ കെട്ടുണ്ടാക്കിയിട്ട് അവർ ചെയ്തത് അവരുടെ കുടുംബങ്ങളിലൊക്കെ വിരുന്ന് പോകുമ്പോൾ വിളക്ക് കത്തിക്കാൻ ഇത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇപ്പൊ ഒരു വിശാലമായ വലിയൊരു കാഴ്ചപ്പാടോടുകൂടി ഏത് കടയിലും നമ്മൾ ചെന്ന് വീട്ടിലൊന്നും ആരും വിളക്ക് കത്തിക്കാനായിട്ട് തിരി ഉണ്ടാക്കുന്നില്ല, അത് വാങ്ങിച്ചുകൊണ്ട് പോയി. അങ്ങനെ ബിസിനസ്സായി മാറിയ കാര്യമാണത്. കാര്യങ്ങളും ചെറുകിട വ്യവസായമാണെങ്കിലും വൻകിട വ്യവസായമാണെങ്കിലും അതിന് അനുയോജ്യമായ ഒരു പ്രദേശമാണ് നമ്മുടെ കരുവാരകുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും ഇതിലൂടെ വന്നിട്ടുണ്ടാകുക. എന്തായാലും ഇവിടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്ത് ഏതെങ്കിലും തനിക്ക് സാധിക്കുന്ന രൂപത്തിൽ ഒന്നിച്ചോ കൂട്ടായ ഒരു സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഒരു വേദിയാവട്ടെ ഇത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹലുവയെ സംബന്ധിച്ച് ഒരു 10-24 വയസ്സായ ഒരു യുവാവും അവരുടെ സുഹൃത്തുക്കളും കൂടിയിട്ടാണ് ആ കമ്പനി തുടങ്ങിയിട്ടുള്ളത്. പുതിയ സ്റ്റാർട്ടപ്പിന്റെ ഭാഗമായിട്ട് അത് കാശ്മീരിൽ കുടുംബത്തിൽ ചെന്നപ്പോൾ അടുത്ത വരവിന് കുറച്ച് അലുവ കൊണ്ടുവരണം, കോഴിക്കോടൻ അലുവ എന്ന് പറഞ്ഞിരുന്നാണ്. ഏതായാലും ഈ യുവാവിന്റെ മനസ്സിൽ പോകുമ്പോൾ ലേശം അലുവ കൊണ്ടുപോയി ആ അലുവ വേണ്ടത്ര ഗുണനിലവാരം ഇല്ല എന്ന് മനസ്സിലാക്കിയ അവര് അതിന്റെ ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് തന്നെ ആ ഹലുവ ഉണ്ടാക്കുകയും അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബീസ്മാർട്ട് അബാക്കസ് 9447164411.